താമരശ്ശേരി ചുരത്തിൽ അപകടകരമായ കല്ലുകൾ മാറ്റാൻ നടപടിയെടുക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റോഡിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ ULCCക്ക് കത്ത് നൽകും. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഈ തീർത്തും അപകടകരമാണ് ഈ കല്ലുകൾ അവിടെ തന്നെ നിൽക്കുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് നീക്കാനുള്ള നടപടികൾ ഉണ്ടാവുക? ഇതിന്റെ ആദ്യഘട്ട പ്രക്രിയ എങ്ങനെയാണ്? പക്ഷേ താമരശ്ശേരി ചുരത്തിൽ ദിവസങ്ങൾക്ക് മുൻപുണ്ടായ മണ്ണിടിച്ചിൽ 2 ജില്ലകളിലെ ജനങ്ങളെ എത്രത്തോളമാണ് ബാധിച്ചതെന്ന് കണ്ടതാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി പോയ മനുഷ്യരാണ്. ശേഷം അതിന് അവിടെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് നിരവധി പരിശോധനകളൊക്കെ നടന്നിരുന്നു. ഇതിപ്പോൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലൊരു യോഗം ചേർന്ന യോഗത്തിലാണ് നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അപകടകരമായ കല്ലുകൾ മാറ്റാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കും എന്നാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രാരംഭഘട്ടം എന്നത് ഇതിനുള്ള സാധ്യതാ പഠനം, ഈ കല്ലുകൾ നീക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കല്ലുകൾ മാറ്റിയാൽ തന്നെ വീണ്ടും അപകടം ഉണ്ടാവുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനായി ULCC ഊരാളുങ്കലിന് കത്ത് നൽകാനുള്ള ഒരു തീരുമാനമാണ്. ജിയോളജി, സിവിൽ എഞ്ചിനീയർ വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താനുമാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ യോഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, അതുപോലെ ജിയോളജിസ്റ്റ്, DFO, വനം വകുപ്പ്, വനഭൂമി കൂടിയാണ്. അതുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ യോഗം ഇന്നേതായാലും ചേർന്നിട്ടുള്ളത്. ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ അറിയിക്കാമെന്ന് കൂടിയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ